നമസ്കാരം. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണമടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 200ഓളം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത കർഷകരുടെ ഡൽഹി മാർച്ചിനെ നേരിടാൻ ഹരിയാന ഡൽഹി അതിർത്തികളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഹരിയാനയിലെ 7 ജില്ലകളിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും പ്രഖ്യാപിച്ചു. കർഷകർ ഡൽഹിയിലേക്ക് കടക്കുന്നത് തടയാൻ അതിർത്തികൾ അടച്ചു. താങ്ങുവില ഉൾപ്പെടെ പ്രധാനമായും 7 ആവശ്യങ്ങൾ മുൻനിർത്തി 200ഓളം കർഷക സംഘടനകളാണ് ചൊവ്വാഴ്ച സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 വർഷം മുൻപ് നടന്ന കർഷക സമരത്തിലെ സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഹരിയാന ഡൽഹി അതിർത്തികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കർഷകർ കടക്കാതിരിക്കാൻ അതിർത്തികൾ പോലീസ് ബാരിക്കേഡും കോൺക്രീറ്റ് ബ്ലോക്കുകളും അടച്ചു. ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 13-നാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും നാളെ തന്നെ പഞ്ചാബിൽ നിന്ന് കർഷകർ ട്രാക്ടർ മാർച്ച് തുടങ്ങിയേക്കും. 20,000-ഓളം കർഷകർ 2,000 ട്രാക്ടറുകളുമായി ഡൽഹിയിലേക്ക് വരുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലെ കർഷകർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം ഉൾപ്പെടെയുള്ള 200ഓളം കർഷക സംഘടനകളാണ് മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 7 ജില്ലകളിലെ നിരോധനാജ്ഞയ്ക്ക് പുറമെ പലയിടങ്ങളിലും ഇന്റർനെറ്റും നിരോധിച്ചിട്ടുണ്ട്. കർഷക സമരത്തിന് കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കർഷക സമരത്തെ നേരിടാൻ അതിർത്തികളിൽ ആണികളും കമ്പികളും നിരത്തിയതിനെതിരെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അതിരൂക്ഷ വിമർശനം ഉയർത്തി. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും അതിന്റെ വിജ്ഞാപനം ഇതുവരെ ഇറങ്ങിയില്ലെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു. സമരം പ്രഖ്യാപിച്ച കർഷകരുമായുള്ള 2ാം ഘട്ട മന്ത്രിതല ചർച്ച നാളെ വൈകിട്ട് നടക്കും. കൃഷിമന്ത്രി അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവരാണ് ചണ്ഡീഗഡിൽ വെച്ച് കർഷകരുമായി ചർച്ച നടത്തുന്നത്. എന്നാൽ ഒരു വശത്ത് കർഷകരെ അനുനയിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് പ്രകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കർഷക സംഘടനകൾ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഡൽഹിയിലേക്കുള്ള കർഷക സമരം കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് സമരത്തിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുക 500 പേരാണ്. ഫെബ്രുവരി 13-ന് രാവിലെ ട്രാക്ടർ ഡൽഹി അതിർത്തിയിലെത്തും. ഹരിയാനയിലെയും പഞ്ചാബിലെയും ഗ്രാമങ്ങളിൽ കർഷക സമരത്തിനൊരുങ്ങുകയാണ്. സമരത്തെ നേരിടാൻ കേന്ദ്ര സർക്കാരും BJP ഭരിക്കുന്ന ഹരിയാന സർക്കാരും സർവ്വസന്നാഹവും ഒരുക്കുന്നുണ്ട്. ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭു ഹരിയാന സർക്കാർ അടച്ച് സീൽ ചെയ്തു. വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ചും ബാരിക്കേഡ് തീർത്തും പോലീസിനെ നിയോഗിച്ചും 2 ദിവസം മുൻപ് തന്നെ കർഷകരെ നേരിടാൻ ഹരിയാന ഒരുങ്ങി. സംസ്ഥാനത്ത് ഇന്ധന വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കർഷകർക്ക് പരമാവധി 10 ലിറ്റർ മാത്രം ഇന്ധനം വിറ്റാൽ മതിയെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്കെതിരെ ശക്തമായ നടപടികളെടുക്കുമെന്ന് പോലീസ് ഗ്രാമങ്ങളിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നുവെന്ന് കർഷക നേതാക്കൾ ആരോപിക്കുന്നു. ഡൽഹിയുടെ എല്ലാ അതിർത്തികളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിക്രി, സിംഗു, ഗസിപൂർ, ബദർപൂർ എന്നീ അതിർത്തി പ്രദേശങ്ങളിൽ വൻ പോലീസ് സന്നാഹവും അർദ്ധസൈനിക വിഭാഗവും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പലയിടത്തും BSF ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കർഷകർ ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ വൈകാതെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഉപയോഗിക്കാനാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം. ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള പരിശീലനം 2ഇടത്തായി ഡൽഹി പോലീസ് നടത്തുന്നു. അതേസമയം പോലീസ് തടഞ്ഞാൽ അത് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള പരിശീലനം കർഷകരും നടത്തുന്നുണ്ട്. ഹരിയാനയിലെയും പഞ്ചാബിലെയും 40 ഇടങ്ങളിലാണ് ട്രാക്ടറുമായി കർഷകർ പരിശീലനം നടത്തുന്നത്. 1ാം കർഷക സമരത്തിൽ പോലീസിന്റെ എല്ലാ തടസ്സവും തകർത്ത് കർഷകർ ചെങ്കോട്ടയിലും ഇന്ത്യ ഗേറ്റിലുമെല്ലാം എത്തിയിരുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ശക്തമായ സുരക്ഷാ സന്നാഹമാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കുന്നത്. ഉറപ്പുകൾ പാലിക്കാതെയും കോർപ്പറേറ്റ് അനുകൂലമായ നയസമീപനങ്ങൾ നടപ്പിലാക്കിയും കേന്ദ്ര സർക്കാർ കർഷകരെ വഞ്ചിക്കുന്നുവെന്ന് സംയുക്ത കിസാൻ മോർച്ച ആരോപിക്കുന്നു. 200ഓളം കർഷക സംഘടനകളാണ് ഡൽഹിയിലേക്കുള്ള 2ാം വരവിലും അണിചേരുന്നത്. പ്രധാനമായും 7 ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തണം. കാർഷിക കടങ്ങൾ എഴുതി തള്ളണം. സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഇന്ത്യ പുറത്തു വരണം. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണം. സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ അവസാനിപ്പിക്കണം. വൈദ്യുത ബോർഡുകൾ സ്വകാര്യവൽക്കരിക്കരുത്. കൃഷിയും ചില്ലറ വ്യാപാരവും ചെറുകിട സംരംഭകർക്കായി സംവരണം ചെയ്യുക. കാർഷിക മേഖലയിൽ e-commerce ഉൾപ്പെടെ എല്ലാ വൻകിട വ്യാപാരവും നിരോധിക്കുക. കാർഷിക ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം തടയുന്നതിനുള്ള നിയമം നിർമ്മിക്കുക. കർഷക പെൻഷൻ പ്രതിമാസം 5,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ.